ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാമത്തെ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് 1 കനകച്ചിലങ്ക എന്നതിലെ 4ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു മനോഹരമായ ഒരു നാടോടി കഥയാണ് ആനയും അണ്ണാറക്കണ്ണനും. കഥ കസ്തൂരി. അപ്പോൾ ടീച്ചർ ഒരു നാടോടി കഥ പറഞ്ഞു കേട്ടല്ലോ, ഇനി മറ്റൊരു കഥ വായിക്കാം. അപ്പോൾ കൂട്ടുകാർ, ടീച്ചർമാരൊക്കെ, മലയാളം ടീച്ചറൊക്കെ ഒരുപാട് കഥകളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെയുള്ള കഥയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആനയും അണ്ണാറക്കണ്ണനും. ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു. ആന എന്നും നനച്ചു കൊടുത്തു. ആനയുടെ പ്ലാവ് വലുതായി വന്നു. അണ്ണാൻ്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞുപോയി. അപ്പോൾ എന്താണ്, ഇവർ രണ്ടാളും പ്ലാവ് വെച്ചു. പക്ഷെ എന്താണ്, അണ്ണാൻ ആ പ്ലാവ് ഒന്നും നോക്കാതെ അത് കരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ആനയുടെ എന്താണ് ഉണ്ടായത്, അത് വലുതായി വന്നു. ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്ക ഉണ്ടായി. അത് കണ്ട് അണ്ണാന് കൊതിമൂത്തു. ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോരും ചെയ്തു. അപ്പം അങ്ങനെ എന്താണ്, വലുതായിട്ട് അതിൽ ചക്ക ഉണ്ടായി. അപ്പം എന്താണ് ചെയ്തത്, അണ്ണാന് അത് കൊതിമൂത്തിട്ട് അതിൽ ആന കാണാതെ അതിൽ നിന്ന് ചക്കകളെല്ലാം തിന്നു. അവനൊന്നും ചെയ്തിട്ടില്ല എന്ന മട്ടിലാണ് അവൻ്റെ ഇറങ്ങിപ്പോക്കും. ഒരു ചക്ക കാണാനില്ലല്ലോ, അണ്ണാനോടൊന്ന് ചോദിക്കുക തന്നെ. ആന വിചാരിച്ചു, നീ എൻ്റെ ചക്ക തിന്നൂലോ? ചിൽ, ഞാനൊരു ചക്ക തിന്നൂലോ? അണ്ണാൻ പറഞ്ഞു. ആനയ്ക്ക് ദേഷ്യം വന്നു. അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അപ്പോൾ എന്താണ്, ആന അണ്ണാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആനയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു. അണ്ണാൻ എന്താണ് ചെയ്തത്, ആന വലിച്ച് ഒരൊറ്റ ഏറാണ് എറിഞ്ഞത്. അണ്ണാൻ ചെന്നു വീണതോ ഒരു എണ്ണക്കുടത്തിൽ. അവിടെ നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു, ചിൽ, എണ്ണയും തേച്ചു, ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്നു വീണതോ ഒരു വാക്കപ്പാത്രത്തിലും. അവിടെ നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു, ചിൽ, എണ്ണയും തേച്ചു, ചിൽ, വാക്കയും തേച്ചു, ചിൽ. അപ്പോൾ എന്താണ്, ഇങ്ങനെ എറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എറിഞ്ഞത് എണ്ണക്കുടത്തിൽ, പിന്നെ എറിഞ്ഞത് വാക്കപാത്രത്തിൽ. അങ്ങനെ അപ്പോൾ അത് അണ്ണാനിങ്ങനെ പറയുകയാണ് ചെയ്തത്. അപ്പോൾ അത് പറയുമ്പോൾ ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്ന് വീണത് ഒരു താളിപ്പാത്രത്തിലും. അവിടെ എണീറ്റ് അണ്ണാൻ പറഞ്ഞു. അപ്പോൾ അതിൽ എണീച്ചിട്ട് പതിവായി പറയുന്നത് പോലെ നിന്റെ ചക്കയും തിന്നു, ചിൽ, എണ്ണയും തേച്ചു, ചിൽ, വാക്കയും തേച്ചു, ചിൽ, താളിയും തേച്ചു, ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിലും. അവിടെ നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു, ചിൽ, എണ്ണയും തേച്ചു, ചിൽ, വാക്കയും തേച്ചു, ചിൽ, താളിയും തേച്ചു, ചിൽ. കുളിക്കുകയും ചെയ്തു, ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്ന് വീണതോ ആനയുടെ പ്ലാക്കൊമ്പിലും. അവിടെ നിന്നേറ്റു വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു, ചിൽ, എണ്ണയും തേച്ചു, ചിൽ, വാക്കയും തേച്ചു, ചിൽ, താളിയും തേച്ചു, ചിൽ. കുളിക്കുകയും ചെയ്തു, ചിൽ. പ്ലാവിൻ കൊമ്പിലെത്തി, ചിൽ. ഇനിയിപ്പോൾ ഈ അണ്ണാനെ എന്താ ചെയ്യുക? ആന ആലോചിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് കഥ. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്, ഇതൊരു നാടോടി കഥയാണ്. ഇതിൽ ആരൊക്കെയാണുള്ളത്, ആനയും അണ്ണാനും. അതായത് ആനയുടെ പ്ലാവിൽ കയറി ചക്ക കഴിച്ചു. അതറിഞ്ഞ ആനയ്ക്ക് ദേഷ്യം വന്നിട്ട് അണ്ണാനെ എടുത്ത് എറിയുന്നതാണ്. അപ്പോൾ എറിഞ്ഞ് ഓരോ സ്ഥലത്തേക്കും എറിയുന്നുണ്ട്. അപ്പോൾ അവസാനം പ്ലാവിൻ്റെ കൊമ്പിൽ തന്നെ എത്തി. അപ്പോൾ ഇനി എന്താണ് ഈ അണ്ണാനെ ചെയ്യുക എന്നും പറഞ്ഞിട്ട് കഥ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ച മറ്റു നാടോടി കഥകളോ? എന്തുകൊണ്ട്? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് എഴുതാവുന്നതാണ്. ഇത്തരം കഥകളിൽ നിങ്ങളെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇങ്ങനെയുള്ള കഥകളിൽ എന്താണ് രസിപ്പിക്കുന്നത്? അവരുടെ ആ സംഭവം, അതുപോലെ തന്നെ അവരുടെ ആ സ്വഭാവം, അവരുടെ കഥാപാത്രങ്ങൾ, അതൊക്കെ നമ്മളെ രസിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ എഴുതാവുന്നതാണ്.
ഇനി അടുത്തത്, നിങ്ങളുടെ നാട്ടിലും ഇത്തരം നാടോടി കഥകളുണ്ടല്ലോ. നാട്ടിലെ മുതിർന്നവർക്ക് ഈ കഥകൾ അറിയാം. അവരെ ടീച്ചർ സ്കൂളിലേക്ക് വിളിക്കും. അവർ പറയുന്ന കഥകൾ കേൾക്കൂ. കേട്ട കഥകൾ വീട്ടിലുള്ളവരെയും കൂട്ടുകാരെയും പറഞ്ഞു കേൾപ്പിക്കാൻ മറക്കരുത്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോരോ കഥകളുണ്ടാകും, ഓരോരോ നാടോടി കഥകൾ. അത് മുതിർന്നവർക്കെല്ലാം അറിയുന്നുണ്ടാകും. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി അതെല്ലാം അവരിൽ നിന്ന് ശേഖരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. ഇനി കൂടുതൽ കഥാപുസ്തകങ്ങൾ വായിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥ റോൾ പ്ലേ ആയി അവതരിപ്പിക്കൂ. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒരു നാടോടി കഥ പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതി ചേർക്കാവുന്നതാണ്. ഒരു നാടോടി കഥ നോക്കാം. അപ്പോൾ നാടോടി കഥയുടെ പേരാണ് ഈച്ചയും പൂച്ചയും. അപ്പോൾ ഇവിടുത്തെ എന്തായിരുന്നു? ആനയും അണ്ണാറക്കണ്ണനും എന്നായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പേരെന്ന് പറയുന്നത് ഈ നാടോടി കഥയുടെ ഈച്ചയും പൂച്ചയും. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. ഈച്ച പ്ലാവില പെറുക്കാൻ പോയി. പൂച്ച കഞ്ഞി മുഴുവൻ കുടിച്ചു തീർത്തു. ഈച്ച വന്നപ്പോൾ കഞ്ഞി ഒന്നും കാണാനില്ല. അപ്പോൾ ഈച്ച ചോദിച്ചു, എന്തേ പൂച്ചയെ നീ കാട്ടിയേ? അതൊക്കെ പറയാം നിന്റെ ഈച്ചയെ. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അല്ല ഈച്ചേ, നിന്റെ പേര് എന്താ? ഈച്ചക്ക് അതിൻ്റെ പേരറിയോ? ഇല്ല, നീക്കറിയില്ലാട്ടോ, ഈച്ച പറഞ്ഞു. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ആ പാടത്ത് മേയണ പോത്തിനോട് പോയി ചോദിക്ക്. നോക്ക്. ഉടനെ ഈച്ച പറന്നു ചെന്ന് പോത്തിനോട് ചോദിച്ചു. അപ്പോൾ ഇതുവരെ എന്താ പറഞ്ഞത്? ഈച്ചയും പൂച്ചയും ഉണ്ടായിരുന്നു. അവർ കഞ്ഞി വെച്ചു. എന്നിട്ട് എന്താണ്? ഈച്ച പ്ലാവിൻ്റെ ഇലകൾ പറക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് പൂച്ച കഞ്ഞി മുഴുവൻ കുടിച്ചു തീർത്തു. വന്നിട്ട് ഈച്ച ചോദിച്ചപ്പോൾ എന്താണ് പൂച്ച പറഞ്ഞത്? പൂച്ച പറഞ്ഞു, അതിരിക്കട്ടെ, ആദ്യം നിനക്ക് നിൻ്റെ പേരറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈച്ച പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് പൂച്ച പറഞ്ഞത്? പൂച്ച പറഞ്ഞു, ആ പാടത്ത് നിൽക്കുന്ന ആ പോത്തിനോട് പോയി നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുവാൻ പറഞ്ഞു. അപ്പോൾ പോത്ത് എന്താ ചോദിച്ചിട്ടുണ്ടാവുക എന്ന് നോക്കാം. ഉടനെ ഈച്ച പറന്നു ചെന്ന് പോത്തിനോട് ചോദിച്ചു, പോത്തേ, നിക്കെന്താ പേര്? പോത്തിനെ അറിയോ? അറിയില്ല. അപ്പോൾ പോത്ത് പറഞ്ഞു, ആവോ, നിക്കറിയില്ലാട്ടോ. നീ ഒരു കാര്യം ചെയ്യും, എന്നെ മേക്കണ ചെക്കൻ അതാ വരമ്പത്ത് നിൽക്കുന്നു. അവനോട് ചോദിച്ചു നോക്ക്, അവൻ അറിയുന്നുണ്ടാകും. വേഗം ഈച്ച ചെക്കൻ്റെ അടുത്തേക്ക് പറന്നു ചെന്ന് ചോദിച്ചു, പോത്തേ, പോത്തിൻ്റെ മേക്കണ ചെക്ക, നിക്കെന്താ പേര്? അവൻ ഈച്ചയുടെ പേരറിയോ? അവൻ പറഞ്ഞു, ആവോ, നിക്കറിയില്ലാട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കയ്യിൽ ഇരിക്കണ ഈ വടിയോട് ചോദിച്ചു നോക്ക്. ഉടനെ ഈച്ച പറന്നു ചെന്ന് വടിയോട് ചോദിച്ചു, പോത്തേ, പോത്തിൻ്റെ മേക്കണ ചെക്ക, ചെക്കൻ്റെ കയ്യിലെ വടിയെ, നിക്കെന്താ പേര്? ആവോ, നിക്കറിയില്ലാട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, എന്നെ വെട്ടിയ കുറ്റിയോട് ചോദിച്ചു നോക്ക്. ഈച്ച വേഗം പറന്നു ചെന്ന് ചോദിച്ചു, പോത്തേ, പോത്തിനെ മേക്കണ ചെക്ക, ചെക്കൻ്റെ കയ്യിലെ വടിയെ, വെട്ടിയ കുറ്റിയെ, നിക്കെന്താ പേര്? ആവോ, നിക്കറിയില്ലാട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ അടിയിലെ മണ്ണിനോട് ചോദിച്ചു നോക്ക്. ഈച്ച വേഗം പറന്നു ചെന്ന് ചോദിച്ചു, പോത്തേ, പോത്തിനെ മേക്കണ ചെക്ക, ചെക്കൻ്റെ കയ്യിലെ വടിയെ വെട്ടിയ കുറ്റിയെ, കുറ്റിയുടെ മണ്ണേ, നിക്കെന്താ പേര്? ആവോ, നിക്കറിയില്ലാട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിനോട് ചോദിച്ചു നോക്ക്. ഈച്ച വേഗം പറന്നു ചെന്ന് ചോദിച്ചു, പോത്തേ, പോത്തിനെ മേക്കണ ചെക്ക, ചെക്കൻ്റെ കയ്യിലെ വടിയെ വെട്ടിയ കുറ്റിയെ, കുറ്റിയുടെ മണ്ണേ, മണ്ണിനുള്ളിലെ വെള്ളേ, നിക്കെന്താ പേര്? ആവോ, നിക്കറിയില്ലാട്ടോ. നീ ഒരു കാര്യം ചെയ്യും, വെള്ളത്തിലൊഴുകണ തോണിയോട് ചോദിച്ചു നോക്ക്. ഈച്ച വേഗം പറന്നു ചെന്ന് ചോദിച്ചു, പോത്തേ, പോത്തിനെ മേക്കണ ചെക്ക, ചെക്കൻ്റെ കയ്യിലെ വടിയെ വെട്ടിയ കുറ്റിയെ, കുറ്റിയുടെ മണ്ണേ, മണ്ണിൻ്റെ ഉള്ളിലെ വെള്ളേ, വെള്ളത്തിലൊഴുകുന്ന തോണിയെ, നിക്കെന്താ പേര്? ആവോ, നീക്കറിയില്ലാട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, തോണി തുഴയണ ചെക്കനോട് ചോദിച്ചു നോക്ക്. അവൻ അറിയുന്നുണ്ടാകും. ഈച്ച വേഗം പറന്നു ചെന്ന് ചോദിച്ചു, പോത്തേ, പോത്തിനെ മേക്കണ ചെക്ക, ചെക്കൻ്റെ കയ്യിലെ വടിയെ വെട്ടിയ കുറ്റിയെ, കുറ്റിയുടെ മണ്ണേ, മണ്ണിൻ്റെ ഉള്ളിലെ വെള്ളേ, വെള്ളത്തിലൊഴുകുന്ന തോണിയെ, തോണിക്കുത്തണ ചെക്ക, നിക്കെന്താ പേര്? ആവോ, എനിക്കറിയില്ലാട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, എന്നെ പഠിപ്പിച്ച മാഷയാ സ്കൂളിൻ്റെ മുമ്പിൽ നിൽക്കണ്. മാഷോട് ചോദിച്ചു നോക്ക്, മാഷിന് അറിയുന്നുണ്ടാകും.
ഈച്ച വേഗം പറന്നു ചെന്ന് മാഷോട് ചോദിച്ചു, പോത്തേ പോത്തേ, പോത്തിനെ മേക്കണ ചെക്ക ചെക്ക, ചെക്കൻ്റെ കയ്യിലെ വടിയെ വടിയെ, വടിയെ വെട്ടിയ കുറ്റിയെ കുറ്റിയെ, കുറ്റിയുടെ മണ്ണേ മണ്ണേ, മണ്ണിൻ്റെ ഉള്ളിലെ വെള്ളേ വെള്ളേ, വെള്ളത്തിലൊഴുകുന്ന തോണിയെ തോണിയെ, തോണി കുത്തണ ചെക്ക ചെക്ക, ചെക്കനെ പഠിപ്പിച്ച മാഷേ മാഷേ, നിക്കെന്താ പേര്? മാഷ് പേരറിയോ? പിന്നില്ലാതെ മാഷിന് ഈച്ചയുടെ പേരറിയണ്ടായിരിക്കോ? മാഷ് പറഞ്ഞു, അല്ല ഈച്ചേ, നിനക്ക് നിന്റെ പേരറിയില്ലേലേ? നിന്റെ പേരാണ് ഈച്ച, ഈച്ച, പൊന്നീച്ച. എന്താ പേര്? പൊന്നീച്ച. പൊന്നീച്ച എന്ന പേര് കേട്ടപ്പോഴോ ഈച്ചയ്ക്കുണ്ടായ സന്തോഷമായപ്പോഴോ ഈച്ച അങ്ങോട്ട് ചിരിച്ച് 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 ചത്തുപോയി. കഥ അങ്ങോട്ടും ഞാൻ ഇങ്ങോട്ടും പോന്നു. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു നാടോടി കഥയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അധ്യാപകർ ഒരുപാട് നാടോടി കഥ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു തരുന്നുണ്ടാകും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ പാഠത്തിലുണ്ടായിരുന്നത്, ആനയും അണ്ണാറ കണ്ണനും എന്ന് പറയുന്നതിൽ. അപ്പോൾ ഈ പാഠഭാഗം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത പാഠഭാഗമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.